ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങള് ഈ ആഭരണമൊക്കെ ഇട്ട് പോവേണ്ട ഒരു സ്ഥലത്തേക്ക് പോവുകയാണല്ലേ. പറൂര് പോയാണ്. നമ്മുടെ ചെക്കന് ഒരു കിട്ടില്ല സാധനം ഭയങ്കര ഉപകാരപ്രദമായ ഞങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു സാരി വയ്ക്കും. ആൾക്കും അത്യാവശ്യമുള്ള സാധനമാണ്. നീ ലൈറ്റൊക്കെ ഇട്ട് പോണ്ടി. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ആൾക്ക് വേണ്ടി ഒരു സാധനം മേടിക്കാൻ വേണ്ടത് റെഡി ആയിട്ടൊക്കെ ഇരിക്കേണ്ട. നമ്മളെവിടെ പോയിന്? ഷോപ്പിങ്ങിന് പോയിട്ട് നമ്മള് അതെ അതെ അതെ. അപ്പൊ 2 സാധനങ്ങൾ മേടിക്കാണ്ട് അതെ. പിന്നെ ഒരു കാര്യം കൂടി ചെയ്യാണ്ട് കേട്ടോ. ശ്രുതിക്ക് പോലും ഓർമ്മയില്ലാണ്ടിരിക്കുന്ന സാധനം ഉണ്ട്. അതും ചെയ്യാണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാം. ശ്രുതിക്ക് പോലും കണ്ട കൊച്ചിനെ ഓർമ്മേണ്ടത് നീ ആലോചിക്കല്ലേ? ആലോചിക്കണത് സത്യമായിട്ട്. അപ്പൊ നമ്മൾ അതും കൂടി ചെയ്തിട്ടായിരിക്കും വന്നത്. അപ്പൊ മൂലൻസിൽ അത് മാത്രമൊന്നുമല്ല, ഇല്ലില്ല, വേറെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പൊ സംഭവം സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളപ്പോ ഇവൾക്ക് സത്യം മനസ്സിലായി ഞാൻ കാര്യമായിട്ട് പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അപ്പൊ നമുക്ക് പോവാം, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. പോയാലോ? ബാ. അപ്പൊ നോക്കി നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പോണ്. അതിന് മുന്നേ ആൾ ഉറങ്ങി കളത്തി. വണ്ടി കയറിയപ്പോ തന്നെ ഉറങ്ങി. കഴിഞ്ഞ ദിവസം ഇതുവരെ വണ്ടി കയറിയപ്പോഴേക്കും ഉറങ്ങിപ്പോയി. പിന്നെ ഇന്ന് ഒരു ക്ഷീണവും കണ്ടിട്ട് രാവിലെ ഒന്നും അത്ര സുഖമായിട്ടുള്ള ഒരു ഉറക്കം ഉണ്ടായില്ലെന്ന്. അയ്യ ഉറങ്ങിയില്ലേ പറഞ്ഞിക്കാലം എഴുന്നേക്കും. അങ്ങനെയാണ്. അതെ. പിന്നെ സമയമൊന്നുമില്ല പുള്ളിക്കാരൻ. വണ്ടിക്ക് നമ്മുടെ താറിനാകുമ്പോ ഒരു ആനയുടെ ഫീൽ അല്ലെങ്കിൽ ഇളകിയല്ലേ പോവുള്ളൂ. കൂടുതലാണ്. അതെ. അപ്പൊ ഈ ഇളക്കി പോകുമ്പോ പുള്ളിക്കാരനെ ഇളക്കം പ്രഗ്നന്റ് ആയിരുന്നപ്പോഴും ഇങ്ങനെയാ. വണ്ടി കയറി ഇരുന്ന് കഴിയുമ്പോ തന്നെ ആളനങ്ങാൻ തുടങ്ങും ഉള്ളി കിടന്നിട്ട്. അതെ. അതേപോലെ ഇഷ്ടം തോന്നുന്നത് ഇപ്പം കിടന്ന് എത്ര നൈസായിട്ട് ഇളകണുണ്ടല്ലോ നിങ്ങൾ. അതേപോലെ തന്നെ പുള്ളിക്കാരൻ സുഖമായിട്ട് നമ്മളെ ഇളകണം നല്ല ഓർത്തത്. ഇങ്ങനെയൊക്കെ ഇങ്ങനെ പൊത്തിയൊക്കെ പിടിച്ച് അയ്യോ ഇളകാണ്ടൊക്കെ കൊണ്ടിടന്ന് മറ്റേ കാരിയറിലൊക്കെ ആ സാധനത്തിലൊക്കെയാണ് കൊണ്ടുവരുന്നത്. എവിടെ നിന്ന് അതൊക്കെ വേണ്ടാന്ന് വെച്ച്. അതെ. സംഭവം എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ആളുകൾ കിടന്ന് ഉറങ്ങിയല്ലേ. അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് സ്ഥലം എത്താൻ പോണ്. അപ്പൊ അവിടെ എത്തിയിട്ട് ബാക്കിയാണ്. അപ്പൊ ഞങ്ങളിവിടെ ഈ സാധനം മേടിക്കാനാണ് വന്നത്. അതെ, ഈ സാധനം മേടിക്കാൻ വേണ്ടി വന്നത്. എന്നെങ്കിലും നമുക്ക് എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴും ഇങ്ങനെ കൊണ്ടുപോയി നടക്കാം അല്ലേ. ഹെഡ് സപ്പോർട്ട് ഉള്ളതാണ് കേട്ടോ. ഇതേ നമുക്ക് ഇങ്ങനെ വെക്കരുത്. ഇതിപ്പോ ഇത്തിരി പൊക്കി വെച്ചിട്ടുണ്ട്. ഇത്തിരി താത്തത് പൊക്കിയിട്ട് കറക്റ്റായിട്ട് വെക്കാം. ആളെയിൽ അടങ്ങിയിരിക്കണ്ടല്ലേ. അടങ്ങിയിരിപ്പുണ്ട്. ഇപ്പൊ എന്തോ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഒന്നിലിരിക്കാത്ത ഒരാളാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇതിങ്ങനെ നോക്കി നമ്മളുടെ പറവൂർ തന്നെയുള്ള ഒരു ഷോപ്പിലാണ് വന്നേക്കുന്നത്. എന്തോ കാഴ്ച കണ്ടിരിക്കണേന്ന് തന്നെ ചിലപ്പോൾ ഈ സാധനങ്ങളൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും. അപ്പം നമ്മൾ മെയിനായിട്ട് ഇതിനാണ് ഇവിടെ വന്നത്. അപ്പം എന്തായാലും നമ്മളിത് എടുക്കണല്ലോ അല്ലേ. ഇതിന്റെ കളറ് വേറെ ഇല്ല. പിന്നെ വാഷ് ചെയ്യാൻ പറ്റുമായിരിക്കും. പിന്നെ നമ്മളിതൊന്ന് നോക്കട്ടെ. ഇനി സെറ്റ് ചെയ്തിട്ട് ഇതിനാണ് വന്നത്. കടിക്കാൻ നോക്കണല്ലോ. ഇച്ചിരി കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇരുത്താനാണ് കേട്ടോ. നമ്മളിപ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പൊ നമ്മൾ എന്തായാലും എടുക്കട്ടെ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഞാൻ ട്രൈ ചെയ്തു. അപ്പൊ ഇപ്പൊ ആൾക്ക് കഴിച്ചാൻ പറ്റുള്ള ഹെഡ് സപ്പോർട്ട് വെച്ചപ്പോ ഇതൊന്നും അങ്ങനെ വെച്ചോ. അങ്ങനെയല്ലേ ഇതിനോട് പരിചയപ്പെടണം. കാഴ്ച കാണാൻ പറ്റില്ല. ഇങ്ങനെ ഞെരിവിരി കൊള്ളാനും പറ്റില്ല. അതുകൊണ്ട് പുള്ളിക്കാരൻ ഇങ്ങനെ പെട്ടിരിക്കുന്നു. പക്ഷെ പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പൊ നോക്കിയേ സുദിനെ കൊണ്ട് ഒരു സ്ഥലത്ത് വന്നേക്കട്ടെ. നേരത്തെ കൊച്ചിനുള്ള സാധനങ്ങളൊക്കെ എടുത്തല്ലേ. അതെടുത്തെടുത്ത് നമുക്കൊരു സാധനം കൂടെ എടുക്കാനുണ്ട്. റോംബർ കിട്ടിയില്ല. അതെ. ശ്രുതിക്ക് കാര്യം മനസ്സിലായി. എന്താണ് അതെനിക്ക് മനസ്സിലായി. എന്താണ് സംഭവം? കയറി ഉണ്ടോ? അതെ, എൻ്റെ മൂക്കുത്തി ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് അഡ്മിറ്റ് ആയ സമയത്ത് അഴിക്കേണ്ടി വന്നായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴേക്കും ഡെലിവറി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മൂക്കിൻ്റെ ഹോളടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുവരെ കുത്തിയിട്ടുണ്ടായില്ല. അപ്പം എങ്ങും പുറത്തേക്കൊന്നും പോകണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെയൊക്കെ തിരക്കിൽ പിന്നെ അതങ്ങോട്ട് ഞാൻ സത്യം വിട്ടുപോയി. അപ്പം അത് കണ്ണെന്നെ ഓർത്തിട്ട് പറഞ്ഞതാണ്. എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ശരിക്കും കുറേ തവണ വരുമ്പോഴിങ്ങനെ പറയൂട്ടെ, ഞങ്ങൾ തന്നെ പറയും. കഥ പറഞ്ഞാൽ മതി. കുത്തനെ കുത്തന്റെ അമ്മയുടെ മൂക്കുത്തമ്മണ് കണ്ടിട്ടില്ലല്ലോ. മൂക്കുത്തിട്ടമ്മന
കണ്ടിട്ടില്ല. അതെ ഉറക്കം വരുന്നുണ്ടായിരുന്നേ വണ്ടിയിൽ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങിയതായിരുന്നു. അപ്പൊ ആ അപ്പൊ ഞാൻ പറഞ്ഞു വന്നതാണ് നമ്മൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം മൂക്കുത്തിയത്. അപ്പൊ മൂക്കൂത്താന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പക്ഷേ ഒട്ടും വിചാരിച്ചിരുന്നില്ല കേട്ടോ. ഇത് ഭയങ്കര എക്കോണ് തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മളിനി കുത്തുമ്പോ കണ്ട കാണിച്ചിരും. അതെ, ഞാനും സുണാപ്പിയും കൂടി അമ്മയുടെ മൂക്കുത്താൻ പോണേട്ടാ കേട്ടാ. അപ്പൊ നമുക്ക് മൂക്കുത്തന അടിച്ചു തരാം. ഇവിടെ വന്ന കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തന്നെ വന്നിരുന്നു നമ്മുടെ പറവൂര് തന്നെ അല്ലേ? കുത്തിയല്ലേ? കുത്താൻ പോട്ടെ. നല്ല വേദന ഉണ്ടാവും. റെഡി ആയിട്ടാ ശ്രുതി. ready? Ready? Nabi നമ്മുടെ കഴിഞ്ഞാ പെണ്ണല്ലോ അതൊക്കെ തന്നെ ഡെലിവറിയുടെ സമയത്ത് ഊരിയതാണ്. ഞങ്ങളോട് വേറെ പണിയില്ല. അങ്ങനെ ഞാൻ മൂക്ക് കുത്തി കുത്തിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം കുത്തിയതിലും വേദന എന്താണാവോ. ഒരു പ്രാവശ്യം കുത്തിയിട്ട് വീണ്ടും കുത്തി ഉണ്ടാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല. അതെ, അപ്പൊ സംഭവം എന്ന് വെച്ചാല് അതിനുശേഷമാണ് മൂക്കുത്തി കഴിയുമ്പോ അമ്മ കുത്തിട്ട് നമ്മുടെ ചെക്കന് അപ്പിടം പൊട്ടി. അപ്പൊ അവനെ കാര്യം സാധിച്ച്. അങ്ങനെ ഞങ്ങൾ എന്നിട്ട് റോട്ടിൽ നിന്ന് ഡയപ്പറൊക്കെ മാറ്റി. ഇങ്ങനെ തച്ചന്മാരുണ്ടാ കൊച്ചിന്റെ അപ്പി നോക്കി. സാധാരണ അമ്മമാരാണ് കളർ വ്യത്യാസം ഉണ്ട് അതുണ്ടാന്നൊക്കെ നോക്കണത്. പക്ഷെ എന്നാലും ഇങ്ങനെയൊക്കെ പറയണ അച്ഛന്മാര് ഇത് സംഭവം ഞെട്ടിപ്പോയി. ഞങ്ങട്ട് പറയൂടെ നടുക്കീർത്തി മാറ്റരുത്, അത് കാണിച്ചു തരാൻ പറ്റില്ല. അല്ല ഇവൻ ഇത്തിരി വലുതായി കഴിയുമ്പോഴേ ഇവൻ ഓർമ്മയുണ്ടാവും. ഓർമ്മ വരും. ഈ വീഡിയോ ഒക്കെ ഞാൻ കാണണമെന്നുണ്ടെങ്കിൽ നട റോട്ടിൽ നിന്ന് ഡയപ്പർ മാറ്റിയൊക്കെ അതേ കമ്മച്ചനും ആൾക്കാരോട് നോക്കിയേ ഒരു ബന്ധമില്ലാത്ത പോലെ ഇരിക്കണ. നിന്റെ എല്ലാ കളത്തിലും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അയ്യോ എനിക്ക് ചിരിക്കുമ്പോഴേക്ക് വേണ്ടിട്ട്. പക്ഷെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിൽ എനിക്കിപ്പോ ഭംഗി തോന്നണം ഇങ്ങനെ. ഷോ എന്ത് പറയാനാണ്. മുഖത്ത് എന്തോ ഒന്ന് പെട്ടെന്നാണ് ഇറങ്ങാൻ നേരത്തെ ആലോചിച്ചത്. ഞാനൊട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്. അത് പെട്ടെന്ന് ഇറങ്ങാൻ നേരത്തെ ആലോചിച്ചു. വിചാരിച്ചിട്ടുണ്ടായില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയലുണ്ട് നമുക്ക് കുത്ത എപ്പോഴെങ്കിലും പോകുമ്പോന്ന്. പക്ഷെ എന്നാലും എപ്പോ പോന്നാലും മറന്നു മാറാണ് പതിവ്. സത്യം. അപ്പൊ എന്നാലും ഇത്തവണ കാണാൻ സാധിച്ചത്. അങ്ങനെ ഞാൻ മൂക്കുത്തി വീണ്ടും. അപ്പൊ ഇനി നമുക്ക് വേറെ സ്ഥലത്തോട്ട് കയറാനുണ്ട്. അതെ, അവിടെ കയറി കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ടു ഹോം. എന്നിട്ട് ഒന്നും അറിഞ്ഞിടാത്ത പോലെ ഇരിക്കാണ്. അതെ, തെളിവ് കാണിച്ചാൽ അപ്പൊ രസമുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നമ്മൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ഇങ്ങനെ പോയിട്ട് ഒരു സ്ഥലത്ത് അപ്പിട്ടിട്ട് ഇങ്ങനെ പോയി മാറ്റണത്, റോഡിന്റെ നടുക്കിരുന്ന് മാറ്റണത്. അതല്ല ഇന്ന് അച്ഛന്റെ വണ്ടിക്ക് ഏറ്റവും കൂടുതൽ ഇത് പറ്റിയിട്ടുണ്ട്. കാറിന്റെ സീറ്റില് കുറച്ച് അപ്പിയായി. അപ്പോഴേക്കും പറയണേ എന്റെ വണ്ടിയില് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ വണ്ടിയിൽ ആദ്യമായിട്ട് വന്നേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണ് വർത്താനങ്ങളെന്ന് രസമാണ് വീഡിയോയിൽ മുഴുക്കും പറയാൻ പറ്റൂല. കുഴപ്പമില്ല അങ്ങനെ. അപ്പൊ നമ്മളിനി ഇതിവിടെ തന്നെയാണ് നമ്മൾ ചെന്നിട്ട് ബാക്കി വീട്ടിലേക്ക് പോകും നമ്മള്. നോക്കി നമ്മള് അവിടെ നിന്ന് വന്നതിന് ശേഷം സാധനങ്ങളൊക്കെ എടുത്ത് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു. അവിടെ സുഖമായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ശ്രുതി അപ്പൊ വീട്ടിലെത്തിയിട്ടുണ്ട്. അമ്മ എത്തിയുണ്ട്. അമ്മ നേരത്തെ ലാൻഡ് ചീറിപ്പാഞ്ഞു വന്നു നിങ്ങൾക്ക് എത്തണത്രന്ന് പറയാനില്ല. ഇതറ ഞാൻ പയ്യ വരുള്ളായിരുന്നു. ഞാനിങ്ങനെ വന്നതാണ്. അപ്പൊ അമ്മേനെ കണ്ടിട്ടില്ല. അമ്മേനെ കണ്ടിട്ട് എന്ത് തോന്നണം? മുടി വെട്ടിയതാ. പിന്നെ മുടി അല്ലാണ്ട് എന്നെ ശരിക്കും നോക്ക്. ഞാൻ ഇരുന്നോടൊക്കെ ശരിക്കും നോക്ക്. ഇരുത്തി നോക്ക്. കമ്മല കമ്മല് എപ്പോഴും. അതെ,
പറയുന്നേ ഫേഷ്യൽ ചെയ്താ പിന്നെ ഫേസ് മുടി വെട്ടിയതല്ലേ ഇപ്പൊ പിന്നെ മുടിയെ പിന്നെ തേങ്ങ നേരത്തുള്ളതാണ്. പിന്നെ മുടി വെട്ടാൻ ഇപ്പൊ നിക്കാണ്. നോക്കമ്മേ അവളുടെ മൂത്ത് മാത്രം നോക്കിയാ മതി. മൂത്തിങ്ങനെ വെട്ടമുണ്ട്, നല്ല വെട്ടമുണ്ട്, തിളക്കമുണ്ട്. അതില് ഫേഷ്യൽ ഇല്ല ഫേഷ്യൽ അതെന്താണെന്ന് കൂടി അങ്ങോട്ട് നോക്കിട്ട് പറ. അതെവിടെയൊക്കെ നല്ല തിളങ്ങുന്നുണ്ട്. അവിടെ ചൂടുണ്ടല്ലേ? ആ ചൂടുണ്ട്, അമ്മ തൊട്ടടുത്ത് ചൂടുണ്ട്. പിന്നെ കളിക്കുമ്പോ ചൂട് ചൂട് ചൂടെന്ന് പറഞ്ഞിട്ട് എന്താണ് സംഭവം പറ. നേരത്തെ എന്നോട് പറഞ്ഞേ അമ്മയോട് പറഞ്ഞില്ലേ ഇല്ല വീഡിയോ എടുക്കുന്ന പറഞ്ഞ് അമ്മ കണ്ടുപിടിക്കാന്ന് അറിയട്ടെ എന്ന് പറഞ്ഞു. കണ്ടുപിടിച്ചിട്ടില്ലേ എന്ത് തിളക്കോ? തിളക്കം ഞാനൊരു ഫേഷ്യൽ ചെയ്താന്നല്ലേ എനിക്ക് അത്ര അതിരുന്നൊരു സാധനം പെട്ടെന്ന് വന്ന് നേരത്തെ ഉണ്ടായിരുന്നത് ഇത്രയും കൊള്ളുള്ളൂ. അതെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് അത്. പിന്നെ കുറെ നാളായിട്ട് ഇപ്പൊ ഉണ്ടായിരുന്നില്ല, അതിപ്പോ വന്ന്. മൂക്കടഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ഇപ്പൊ കുത്തി. ഇപ്പൊ കുത്തി പോണതിന് മുന്നേ സർപ്രൈസ് കാണാനാണ് പോകുമ്പോ വീഡിയോയില് പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ അറിയണത് ഇതിന്റെ ഇതുണ്ടെന്ന്. പക്ഷെ ഇപ്പഴേ അമ്മ ഒട്ടും അറിഞ്ഞില്ല. പക്ഷെ എന്റെ മുഖത്ത് തിളക്കുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മുഖത്ത് തിളക്കുണ്ട്. ഞാനടുത്ത് ഇവിടെ ഇങ്ങനെ തിളക്കൊണ്ട് ഞാനടുത്ത് ഇനി ഫേഷ്യൽ ചെയ്താ കുത്തി എപ്പോഴും കാണണല്ലോ ഇത്. ഇന്നാളെ ദിവസം പറഞ്ഞെങ്കിൽ ഞാൻ അതൊക്കെ പറഞ്ഞ് പ്രായമൊക്കെ ആയില്ലേ. അല്ല ഞാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. എപ്പോഴും നമ്മ പറയും പോകുമ്പോ അയ്യോ കുത്തിയില്ല എന്ന് പറയും. ഇപ്പൊ പെട്ടെന്ന് കുത്തി. ആ മൂക്കുത്തി തന്നെയല്ലേ? മൂക്കുത്തി ഡയമണ്ടിന്റെ മൂക്കുത്തി ഒടിച്ചു കൊടുക്കണം. അപ്പൊ ഒരാളൂടെ ഉണ്ട് കേട്ടോ. സാറോടെ കിടക്കണ്ട, സാറ് ഉറങ്ങി എണീറ്റ് കളിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. അപ്പൊ ഇനി അടുത്ത രീതിക്ക് കാണാം അല്ലേ?